ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിലാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരം അടുത്ത് കഴിഞ്ഞു. ഇന്നലെ നമ്മുടെ കൊടിയേറ്റായിരുന്നു. അതേപോലെ 4-ാം തീയതി നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട്, പിന്നെ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് നെയ്തലക്കാവിലമ്മ പൂരം വിളംബരം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ 7-ാം തീയതി പകൽപൂരമൊക്കെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ എക്സിബിഷനും നടക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് മൊത്തം എന്താണ് ഒരു ആവേശമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, നമ്മുടെ മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ നമ്മുടെ ഈ പൂരം കാണാനായിട്ട് കുറേ അധികം ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ഫോറിനേഴ്സ് വരെ നമ്മുടെ ഈ പൂരം കാണാനായിട്ട് നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ആഘോഷം, ഒരു വലിയ ഉത്സവം തന്നെയാണ്. അതേപോലെ നമ്മുടെ ആനകളെ നിരത്തി നിർത്തി കുടമാറ്റം നടക്കുന്നതും ഇവിടെ തന്നെയാണ്. എല്ലാവരും നമ്മുടെ തൃശ്ശൂർ പൂരം കാണാനായിട്ട്, കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം നമ്മുടെ തൃശ്ശൂർ പൂരം കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഏരിയയിലേക്ക് അധികം, ഈ കുടമാറ്റത്തിൻ്റെ അടുത്തേക്ക് അധികം സ്ത്രീകൾക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല. അത്രയും തിങ്ങിയിട്ടായിരിക്കും ആൾക്കാരുണ്ടായിരിക്കും. നമുക്ക് ശ്വാസം അടക്കം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ എക്സിബിഷൻ കാണാനാണ്. എക്സിബിഷൻ നമ്മുടെ പൂരത്തോടനുബന്ധിച്ച് ഒരു മാസം മുമ്പ് തന്നെ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോ എല്ലാവരും കാണണേ. ബൈ ബൈ. കാന്താ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. കാന്താ ഞാനും വരാ തൃശ്ശൂർ